നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ചിരുന്ന പെൻഷൻ വർധനവ് അത് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത്. ക്ഷേമ പെൻഷനുകൾ 1600 നിന്നും 100-150 രൂപ വരെയൊക്കെ വർദ്ധിപ്പിച്ചേക്കും. 1600 ലഭിക്കുന്നവർക്ക് ചിലപ്പോൾ 1700 രൂപയായിരിക്കും ഇനി മുതൽ ലഭിക്കുക. അത് 2025 സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ പോകുന്ന സംസ്ഥാന ബഡ്ജറ്റിലായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക. ഇനി അത് മാത്രമല്ല, ഭിന്നശേഷിക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അത് മറ്റ് പെൻഷൻ വിഭാഗങ്ങളെക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ ലഭിച്ചേക്കും. 2000 രൂപ വരെയാക്കി പെൻഷൻ ഉയർത്തിയേക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സാധാരണക്കാർക്ക്, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണനകൾ കൂടി നൽകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. ലഭിക്കുന്ന പെൻഷൻ 2024 മാർച്ച് മാസം മുതൽ നമുക്ക് മുടങ്ങാതെ എല്ലാ മാസവും കൃത്യമായിട്ട് എത്തിച്ചേരുന്നുണ്ട്. ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും. ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ പെൻഷൻ ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ആലോചിക്കുന്നത്. വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്ററിയിപ്പുകളോ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടും ആനുകൂല്യം തള്ളിയവരുണ്ടാകും. അതോടൊപ്പം തന്നെ അർഹതയുണ്ടായിട്ടും ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെട്ടവരുണ്ടാകും. അതോടൊപ്പം തന്നെ മാറാരോഗങ്ങൾ അല്ലെങ്കിൽ വിവിധ രോഗങ്ങൾ ബാധിച്ചവർക്ക് BPL റേഷൻ കാർഡ് ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട വിവിധ സേവനങ്ങൾ, ലൈസൻസുകൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ വസ്തുവുമായി ബന്ധപ്പെട്ട വിവിധ തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ക്രമീകരണങ്ങൾ, നടപടിക്രമങ്ങൾ, ഇവയെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ, സേവനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വെച്ചിട്ട് അത് നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാം തന്നെ നമുക്ക് ഒരു അപ്പീൽ നൽകുന്ന രീതിയിൽ തന്നെയാണ് കരുതലും കൈത്താങ്ങുമെന്ന് പറയുന്ന പദ്ധതി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഡിസംബർ മാസം 9-ാം തീയതി മുതൽ ഇപ്പോൾ താലൂക്ക് തല അദാലത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളുടെ പ്രദേശങ്ങളിലേക്കും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ് നമ്മളുടെ പരാതി കേൾക്കുന്നതിന്. അതിന് കൃത്യമായിട്ട് വളരെ വേഗം നടപടികൾ സ്വീകരിക്കുന്നതിന് ക്രമീകരണം ഉണ്ടാകും. അപ്പോൾ ഇതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മളുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, മേൽവിലാസം അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെച്ച് വേണം അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. നമ്മളുടെ താലൂക്കിൽ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഇതിൽ പങ്കെടുത്ത് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ വേണ്ട പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ അവസരം പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രവാസികളായിട്ടുള്ളവർക്ക് പ്രവാസി കേരളീയ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്യാമ്പുകൾ 2024 ഡിസംബർ മാസം 30-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്താണ് ഇത് ആരംഭിക്കുന്നത്. ആ വേളയിൽ തന്നെ നിലവിൽ കുടിശ്ശികയുള്ളവർക്ക് അംഗത്വം പുതുക്കിയെടുക്കുന്നതിന്, അതോടൊപ്പം തന്നെ അംഗത്വം റദ്ദായവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഫൈന്, അതോടൊപ്പം തന്നെ മറ്റു കുടിശ്ശികൾ ഉൾപ്പെടെ അടയ്ക്കുന്നതിനും അങ്ങനെ അംഗത്വം പുതുക്കിയെടുക്കുന്നതിനൊക്കെ ഉള്ള അവസരമാണ് ഇവിടെ ഒരുക്കി തരുന്നത്. എല്ലാ ജില്ലകളിലേക്കും ക്യാമ്പുകൾ വെക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു ക്ഷേമനിധി ബോർഡ് ആലോചിക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് വായ്പകൾക്ക് വേണ്ട സഹായങ്ങൾ, അതോടൊപ്പം തന്നെ പെൻഷൻ പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഉണ്ടാകും. മറ്റ് വിശദ വിവരങ്ങളെല്ലാം www.pravasikerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് മനസ്സിലാക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ APL റേഷൻ കാർഡിലുള്ളവർക്ക് BPLലേക്ക് മാറാനുള്ള അവസരം 2024 ഡിസംബർ മാസം 25-ാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർഹതയുള്ളവരെല്ലാം ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരവസരം പിന്നീട് ഉണ്ടാവുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.